നമസ്കാരം. നമ്മൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ വലിയൊരു ആഗ്രഹമാണ് നമ്മുടെ വീടിൻ്റെ അടുത്തൂടെ ഒരു ചുമന്ന വണ്ടി പോകണമെന്ന്. ഇപ്പൊ ചുമന്ന വണ്ടിയല്ല, പല കളറിലുള്ള വണ്ടികളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരം വണ്ടികളെ പറ്റിയുള്ള വിമർശനങ്ങൾ ധാരാളം വരികയും ഓരോ ദിവസവും നമ്മുടെ ഗതാഗത ഉപമന്ത്രി പുതിയ പുതിയ സന്ദേശങ്ങളുമായി വരികയും ചെയ്യാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില ചെയ്തികളെയൊക്കെ ഞാൻ അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ അഭിനന്ദിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഒന്നുകിൽ നമ്മളോട് സംസാരിക്കാനുള്ള സംവദിക്കാനുള്ള ഒരു മാന്യതയെങ്കിലും അദ്ദേഹം കാണിക്കുന്നുണ്ടല്ലോ എന്ന് ആശ്വസിക്കാം. എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലരും വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരൊക്കെ തന്നെ എല്ലാ വീഡിയോയും കാണുകയും അല്ലാതെ ചുമ്മാതെ സ്കിപ്പ് ചെയ്ത് പോകാതെ കാണുന്ന പല വ്യക്തികളും പലരുടെ അഭിപ്രായങ്ങളും പേഴ്സണലായി വിളിച്ചും അല്ലാതെയും ഒക്കെ പറയാറുണ്ട്. അത്തരമൊരു അനുഭവം പന്തളം കുളനട സ്വദേശിയായ ജേക്കബ് ഇന്ന് രാവിലെ വോയിസിലൂടെ എന്നെ അറിയിച്ചു. അദ്ദേഹത്തിന് KSRTC പറ്റിയാണ് പറഞ്ഞത്. ഒരു വീഡിയോ നിങ്ങളൊക്കെ അന്വേഷിച്ച് ചെയ്യണം എന്ന് പറഞ്ഞു. KSRTC പറ്റി പറയുവാനാണ് ധാരാളമുള്ള അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ അത് ഞാൻ വേണ്ട എന്ന് വെച്ചിട്ടിരുന്ന പല സന്ദർഭങ്ങളിലും. ഈ കഴിഞ്ഞ ദിവസം മന്ത്രി അപകടത്തിൽപ്പെടുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് 6 മാസത്തേക്ക് റദ്ദ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതിശയം തോന്നി. പെർമിറ്റ് കൊടുക്കുന്നത് RTI ആണെങ്കിൽ അത് റദ്ദ് ചെയ്യാൻ മന്ത്രിക്ക് അധികാരമൊന്നുമില്ല, RTIക്ക് തന്നെ അധികാരമുള്ളൂ. അതാണ് ശരിക്കുള്ള നിയമം. ഇനി മന്ത്രി ആ നിയമത്തെ മുകളിലാണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും അങ്ങനെയാണ്, അവരെ കൊണ്ട് ചെയ്യിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇന്ന് രാവിലെ ഇദ്ദേഹത്തിൻ്റെ കോൾ വന്നതിന് ശേഷം KSRTC കടവന്ത്രയിൽ വെച്ച് ഒരു സ്ത്രീയെ ഇടിച്ചു കൊന്നു എന്നൊരു വാർത്ത വന്നു. KSRTC ബസ്സിന് ബ്രേക്കില്ലായിരുന്നു. അതെല്ലാം ഉപരി ആ വണ്ടിക്ക് കഴിഞ്ഞ 4 വർഷമായി ഇൻഷുറൻസ് ഇല്ലായിരുന്നു എന്ന പരമസത്യം കൂടി പുറത്തു വന്നു. ഇത് ഞാൻ പറയുന്നതല്ല, കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ അപ്പോൾ തന്നെ സംപ്രേഷണം ചെയ്തൊരു കാര്യമാണ്. അപ്പം ജേക്കബിനെ പറ്റി എന്താണെന്ന് ചോദിച്ചാൽ, ശ്രീമാൻ ജേക്കബ് ഒരു ബാഡ്മിൻ്റൺ താരമാണ്. അദ്ദേഹം ബാഡ്മിൻ്റൺ കളിയൊക്കെ കഴിഞ്ഞ് മത്സരമൊക്കെ കഴിഞ്ഞ ഒരു ദിവസം കോട്ടയത്ത് രാത്രിയിലെത്തി. MC റോഡിലുള്ള ബസ്സുകളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ രാത്രി കാലങ്ങളിൽ സർവീസ് നടത്തുന്നത് KSRTC മാത്രമാണ്. അതിനവരെ അംഗീകരിച്ചേ പറ്റും. മിക്ക KSRTC ബസ്സുകളിലും 2 in 1 ആണ്. അത് ഡ്രൈവർ കം കണ്ടക്ടറാണ്. കുറേ ദൂരം കണ്ടക്ടറായിട്ട് പോകുന്ന ആൾ, അത് കഴിയുമ്പോൾ കുറേ ദൂരം ഡ്രൈവറായിട്ട് പോകും. തിരിച്ച് ഡ്രൈവറായിട്ട് പോകുന്ന ആൾ കണ്ടക്ടറായിട്ട് പോകും. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം മിന്നൽ ബസ്സിൽ കയറി കുളനടയ്ക്ക് ടിക്കറ്റ് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് വാഹനം ഏകദേശം ചങ്ങനാശ്ശേരി വരെ അടുത്ത് കഴിഞ്ഞു. അദ്ദേഹത്തിനടുത്ത് ടിക്കറ്റിന് വേണ്ടി കണ്ടക്ടർ വരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, കുളനട, അപ്പോൾ അവിടെ വണ്ടി നിർത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ പന്തളം തരൂ, അവിടെ നിർത്തത്തില്ല. അടൂർ ഇല്ല, ഏനാത്ത് ഇല്ല, ആകെ ഇനി ഞങ്ങൾ നിർത്താൻ പോകുന്ന കൊട്ടാരക്കര മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബസ്സിൽ ആകെ 10-20 യാത്രക്കാരേ ഉള്ളല്ലോ, അപ്പോൾ എന്നെ നിങ്ങൾ അവിടെ ഒരു ഒറ്റ സെക്കൻഡ് ചവിട്ടിയാൽ മതി, ഞാൻ ചാടി ഇറങ്ങിയാൽ പൊയ്ക്കോളാം. ഇല്ല, അത് പറ്റത്തില്ല, ഞങ്ങൾ കൊട്ടാരക്കര മാത്രമേ നിർത്തത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് ഈ വണ്ടി കുറേ ദൂരം മുമ്പോട്ട് പോയി MC റോഡിൽ കൊട്ടാരക്കര എത്തുന്നതിന് മുമ്പ്, അപ്പോൾ കൊട്ടാരക്കരയ്ക്ക് ടിക്കറ്റ് എടുത്തു, വീട്ടിൽ വരണമല്ലോ. കൊട്ടാരക്കര എത്തുന്നതിന് മുമ്പ് കലയപുരത്തിനും കൊട്ടാരക്കരയ്ക്കും ഇടയ്ക്ക് വെച്ച് വാഹനം കുറേ അധിക സമയം റോഡിൽ ബ്ലോക്കായി കിടന്നു. ശബരിമല അയ്യപ്പന്മാരുടെ വാഹനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തായാലും രാത്രിയിൽ റോഡ് ബ്ലോക്കായി പോയി. ആ സമയത്ത് അദ്ദേഹത്തിന് അവിടെ ഇറങ്ങി പോരാൻ പറ്റത്തില്ല. കാരണം കൊട്ടാരക്കരയല്ല, അടൂരുമല്ല, ആ സ്ഥലത്താണ് വാഹനം കിടക്കുന്നത്. അപ്പോൾ അദ്ദേഹം ശരിക്കും പറയാൻ കണ്ടക്ടറോട് ചോദിച്ചു, ഇതുപോലെ ഒരു അവസ്ഥ നിങ്ങൾ കുളനടയുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവിടെ ഇറങ്ങി പോകാമായിരുന്നല്ലോ. അപ്പോൾ കണ്ടക്ടർ പറഞ്ഞു, നിയമമാണ്, നിയമം അനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ നിയമം അനുസരിച്ച് ചെയ്യുന്ന കണ്ടക്ടർമാർ ഓർക്കേണ്ട ഒരു കാര്യം, സംസ്ഥാന സർക്കാരും ഇവിടുത്തെ ജനങ്ങളും ഉള്ളത് കൊണ്ടാണ് 2 മാസത്തെ 2-3 പ്രാവശ്യമായിട്ട് സാലറി മേടിച്ചുകൊണ്ടിരുന്നത് നിങ്ങളിപ്പം ഒന്നിച്ച് ഒരു മാസം സാലറി മേടിക്കുന്നത്. നിങ്ങൾക്ക് ശമ്പളം കിട്ടാതെ വന്നപ്പോഴും നിങ്ങൾക്ക് പെൻഷൻ കിട്ടാതെ വന്നപ്പോഴും KSRTCയുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം കാണിച്ചവരാണ് മലയാളികൾ. ഞാൻ മിക്കവാറും ബസ്സിൽ യാത്ര ചെയ്യേണ്ടി വന്നാൽ, അപൂർവമായി മാത്രമേ ഉണ്ടാവാറുള്ളൂ, ഉണ്ടായാൽ അത് KSRTC ബസ്സിൽ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. 2-3 കാരണം കൊണ്ടാണ് KSRTC തന്നെ യാത്ര ചെയ്യാനുള്ള കാരണം. ദീർഘദൂര ബസ്സുകൾ മിക്കവാറും KSRTC ഇപ്പോൾ പ്രൈവറ്റിന് ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ പോലും KSRTC തന്നെ ആയിരിക്കും പോകുന്നത്. പക്ഷേ KSRTC ബസ്സിന് ഇൻഷുറൻസ് ഇല്ല, അല്ലെങ്കിൽ CF പോലും കലാകാലങ്ങളിൽ ചെയ്യാറില്ല. ശരിക്കും പറഞ്ഞാൽ KSRTCയുടെ മിക്ക ബസ്സിനും RTA റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി അംഗീകരിച്ച പെർമിറ്റ് ഇല്ല എന്നുള്ള സത്യം. KSRTC ബസ്സിന് തിരുവനന്തപുരത്ത് ഇരിക്കുന്ന RTO NS എന്ന് പറയുന്ന ഒരു വിഭാഗം, അദ്ദേഹം ഒപ്പിടുന്ന പെർമിറ്റാണുള്ളത്. ശരിക്കും പറഞ്ഞാൽ സാധാരണ പ്രൈവറ്റ് ബസ്സുകാർ ചെയ്യുന്ന പോലെ
സ്റ്റേജ് കാരിയായിട്ട് ഓടുന്ന ബസ്സുകളാണ് യാത്രക്കാരെയും കൊണ്ടുപോകുന്നത്. അങ്ങനെ സ്റ്റേജ് കാരിയായിട്ട് പോകുന്ന ബസ്സുകൾക്ക് ഒറ്റ നിയമമുള്ളത്, സർക്കാരായാലും പ്രൈവറ്റ് ആയാലും അവർ പെർമിറ്റ് എടുക്കുന്നത് അതാത് റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റികളിൽ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം, ആലപ്പുഴ അങ്ങനെ ജില്ലാ RTA നിന്നും കളക്ടർ ചെയർമാനും ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ മെമ്പറും SP മെമ്പർ, സെക്രട്ടറി RTA ആയിട്ട് വരുന്ന RTO സെക്രട്ടറി ആയിട്ടുള്ള ഒരു ബോഡിയാണ് ഈ പറയുന്ന RTA എന്ന് പറയുന്നത്. അവിടെ 5,940 രൂപ ഫീസ് അടച്ച് അതിനുവേണ്ട MVA റിപ്പോർട്ടുകൾ വാങ്ങി അത് ബോർഡിൽ ഡിസ്കസ് ചെയ്ത് ടൈം ഷെഡ്യൂൾ ചെയ്ത് വേണം ശരിക്കും പറഞ്ഞാൽ സ്റ്റേജ് കാരി ബസ്സുകൾക്ക് പെർമിറ്റ് നൽകുവാൻ. യാത്രക്കാരെ കയറ്റിക്കൊണ്ടുപോകുന്ന KSRTC ബസ്സിനും 1 രൂപ പോലും ടാക്സ് അടയ്ക്കാതാണ് KSRTC ബസ് യാത്രക്കാരെയും കൊണ്ട് പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. 1 രൂപ പോലും ടാക്സ് ഇല്ല KSRTC ബസ്സിന്, സർക്കാരിൻ്റെ ആയതുകൊണ്ട്. ആ സ്ഥാനത്ത് ഓർക്കേണ്ട ഒരു കാര്യം, 3 യാത്രക്കാരെയും കൊണ്ട് പോകുന്ന ഒരു ഓട്ടോറിക്ഷയ്ക്ക് ഒരു രൂപയാണ് ടാക്സ് എങ്കിൽ ഒരു സ്വകാര്യ ബസ്സിന് ഏകദേശം ഒരു സീറ്റിന് 280 രൂപയോളം ടാക്സ് വരുന്നുണ്ട്. പിന്നെ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ക്ഷേമനിധി അടയ്ക്കണം. കൂടാതെ എല്ലാ സ്റ്റേജ് കാരി ബസ്സുകൾക്കും GPS സംവിധാനം ഉണ്ടാവണം. KSRTC സൂപ്പർ ഫാസ്റ്റുകളിലൊക്കെ GPS നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ അതൊന്നും കത്തത്തില്ല. അതൊക്കെ ഇങ്ങനെ സൈഡിലൊരു സ്വിച്ച് പൊല്ലിക്കുന്ന സാധനമാണ് GPS എന്ന് പറയുന്നത്, അത് കത്താറില്ല. സ്പീഡ് ഗവർണർ വർക്ക് ചെയ്യാറില്ല. ക്യാമറ വെക്കണം, അത് പ്രൈവറ്റ് ബസ്സിന് മാത്രമേ ഉള്ളൂ, ട്രാൻസ്പോർട്ടിന് ക്യാമറ വേണ്ട. ആ ക്യാമറ വെക്കണം, ആ ക്യാമറ KSRTCക്കില്ല. ഇനി വരാൻ പോകുന്ന വണ്ടികൾക്ക് വെക്കുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു രാജ്യത്ത് 2 നിയമം നടപ്പാക്കുകയാണ് ഗതാഗത വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഇത്തരം ദുരനുഭവങ്ങൾ യാത്രക്കാർക്കുണ്ടാകുന്നത്. ഓർക്കുക, നിങ്ങൾ കയറുന്ന KSRTC ബസ്സിന് ഇൻഷുറൻസ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് പൈസ കിട്ടാൻ പോകുന്നില്ല. എത്ര അപകടം ഉണ്ടായാലും നമ്മുടെ സർക്കാരിൻ്റെ നിന്ന് KSRTC 5 പൈസ കിട്ടും നിങ്ങൾ തോന്നണ്ട. പക്ഷെ അതില്ലാതെ ഒരു പ്രൈവറ്റ് ബസ് റോഡിൽ ഇറക്കാൻ പാടില്ല. അതില്ലാതെ ഒരു സ്വകാര്യ ബസ് CF ഇല്ലാതെ ഇറങ്ങാൻ പാടില്ല. ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഓടാൻ പാടില്ല. ഇതൊക്കെ യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിൽ KSRTCക്കും അത് ബാധകമാണ്. ഇപ്പൊ പുതിയൊരു കണ്ടുപിടുത്തം, തമ്പാനൂർ നമ്മളൊരു സീറ്റിലിരിക്കണേ 10 രൂപ കൊടുത്തിട്ടാണ് ഒരു സീറ്റ് റിസർവ് ചെയ്ത് അതിലിരിക്കുകയാണെങ്കിൽ നമ്മൾ ഓടി ഏകദേശം കോട്ടയം ടിക്കറ്റ് എടുത്ത് വരുമ്പോൾ കിളിമാനൂരിൽ നിന്ന് അതേ സീറ്റിന് ഒരാൾ സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കയറി വരുമ്പോൾ നമ്മൾ മാറിക്കൊടുക്കണം. അപ്പോൾ നമ്മൾ കോട്ടയത്തേക്കുള്ള ടിക്കറ്റും എടുത്തു, ആ ടിക്കറ്റിന് വേണ്ടി ഒരു സീറ്റ്, നമുക്ക് ഇരിക്കാനുള്ള സീറ്റ്, ബസ്സിൽ നിർത്തിക്കൊണ്ട് പോകുന്നത് 9, 8, 10 പേരെ നിർത്താനുള്ള അധികാരമേ ഉള്ളൂ. ആ സ്ഥാനത്ത് നമ്മളുടെ സീറ്റ്, നമ്മൾ 10 രൂപ കൊടുത്ത് മേടിച്ച സീറ്റാണ്, ആ സീറ്റ് കോട്ടയം വരെ മേടിക്കുകയും അതിന് യഥാർത്ഥ ടിക്കറ്റ് ഫെയറിങ് കൊടുത്തതിന് ശേഷവും കിളിമാനൂരിൽ നിന്ന് ഒരാൾ കയറിക്കഴിഞ്ഞാൽ നമ്മൾ മാറിക്കൊടുക്കണമെന്നുള്ള വിചിത്രമായ നിയമമുള്ളൊരു പ്രസ്ഥാനമായി KSRTC മാറിയിരിക്കുന്നു. KSRTC ഭരിക്കുന്നത് മന്ത്രിക്കപ്പുറം രാഷ്ട്രീയ പ്രഭുക്കന്മാരാണ് എന്നുള്ളതാണ് സത്യം. നമ്മുടെ നാട്ടിൽ 2 തരം നിയമം. അതുപോലെ അമ്പലങ്ങളിൽ പോവുക, 4 അമ്പലം, മറ്റ് ചില പള്ളികൾ, ഇവിടേക്കൊക്കെ ഞായറാഴ്ച ദിവസം സ്റ്റേജ് കാരി ബസ്സിന് ടൂറിസ്റ്റ് കോൺട്രാക്ട് കാരി പോലെ ആളിനെ വിടാൻ ഒരധികാരവുമില്ല. അങ്ങനെ ഉണ്ടായാൽ ആ ഇൻഷുറൻസ് കമ്പനി അതിന് പൈസ കൊടുക്കുന്നു. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ആ കമ്പനി അതിന് പൈസ കൊടുക്കും തോന്നുന്നുണ്ടോ? ഇല്ല. അങ്ങനെ എല്ലാ രീതിയിലും നിയമലംഘനം നടത്തുന്ന ഒരു വാഹനമാണ് KSRTC എന്ന് പറയാതെ വയ്യ. അതിന് കുട പിടിക്കുകയാണ് അതിനെ ഭരിക്കുന്നവർ. ഇത്തരണത്തിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു, KSRTCയിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഡ്രൈവറും കണ്ടക്ടറും മെക്കാനിക്കും അല്ലാതെ ഒരാളും ജോലി ചെയ്യുന്നില്ല. 10, 50, 80, 100 ബസ്സുകൾ സർവീസ് നടത്തുന്ന പല മുതലാളിമാരും കേരളത്തിലുണ്ട്. അവരൊക്കെ ഷെഡ്യൂൾ കൃത്യമായി നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്രയും സ്റ്റാഫിനെ വെച്ച് ഒരു ഡിപ്പോ മുമ്പോട്ട് കൊണ്ടുപോയിട്ട് കാര്യമുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിൻ്റെ കണ്ണായ ഭാഗങ്ങളിലൊക്കെ തന്നെയാണ് KSRTCക്ക് വസ്തുക്കളുള്ളത്. കോടിക്കണക്കിന് രൂപ വില കിട്ടുന്ന വസ്തുക്കളാണ് KSRTC ഉള്ളത്. അത്രയേറെ മൂലധനമുള്ള ഈ സ്ഥാപനം ഒരു കമ്പനിയായി മുമ്പോട്ട് കൊണ്ടുപോയാൽ ഇതിലും നല്ല സേവനം കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം. എന്തായിരുന്നാലും KSRTCയെയും സ്വകാര്യ മേഖലയും നാം തട്ടിച്ചു നോക്കുമ്പോൾ യാത്ര ചെയ്താൽ വലിയ കുഴപ്പമില്ലാതെ പോകാൻ പറ്റുന്നത് പ്രൈവറ്റ് ബസ്സാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇൻഷുറൻസ് ഉള്ളതും CF ഉള്ളതും ടയറിന് കട്ടയുള്ളതും ക്യാമറ ഉള്ളതും GPS ഉള്ളതും സ്പീഡ് ഗവർണർ ഉള്ളതും ഒക്കെ പ്രൈവറ്റ് ബസ്സിലാണ് എന്നുള്ളതാണ് സത്യം. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പല പ്രാവശ്യങ്ങളിൽ സ്റ്റേജ് കാരി ബസ്സുകളുടെ കൂട്ടത്തിൽ തന്നെ KSRTCക്കും ടൈം ഷെഡ്യൂൾ, അതായത് ടൈം മീറ്റിംഗ് വിളിച്ച് ടൈം ഷെഡ്യൂൾ ചെയ്യണമെന്ന് പറഞ്ഞ് ഉത്തരവ് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് വരെ ഒരു RTAയിലും അത് നടപ്പിലാക്കിയിട്ടുള്ള എന്നുള്ള സത്യം. KSRTC RTA ബോർഡിൽ വന്ന് പറയുന്ന എന്ത് കാര്യവും അംഗീകരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കള്ളമാണെങ്കിലും സത്യമാണെങ്കിലും പറയുന്ന KSRTC ആണ്. കളക്ടർ ചെയർമാൻ ആണെങ്കിൽ പോലും RTA ബോർഡിൽ വന്നു കഴിഞ്ഞാൽ കളക്ടർ പൂച്ചയാണ്.
കാരണം കെ എസ് ആർ ടി സി ആണ് പറഞ്ഞത്, കെ എസ് ആർ ടി സി ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞാണ് മാറ്റുന്നത് പല കാര്യങ്ങളും. കാരണം കളക്ടർക്കും രാഷ്ട്രീയക്കാരെ പേടിയാണ്. ഈ നമുക്ക് പവർ കാണിക്കാൻ പറ്റുന്നത് ഈ നാട്ടിലെ പാവങ്ങളുടെ മേലിൽ മാത്രമേ ഉള്ളൂ. അത് കളക്ടറായാലും കെ എസ് ആർ ടി സിയിലെ കണ്ടക്ടറായാലും ഒരുപോലെയാണെന്നുള്ളതാണ് സത്യം. ഈ വസ്തുതകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ, ഞാൻ ഇതിനകത്ത് മറ്റ് യാതൊരു കാര്യം, ഒരു വെള്ളം ചേർക്കാൻ സത്യസന്ധമായ കാര്യമാണ് സൂചിപ്പിച്ചത്. ഇതൊക്കെ പൊതുജനങ്ങൾ അറിയേണ്ടതാണ്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും പൊതുജനങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അറിഞ്ഞാൽ പോലും നമുക്കെന്ത് വേണം എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. ഈ ഗതി നാളെ ജേക്കബിനുണ്ടായ ഗതി നാളെ നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ ദൂഷ്യവശം, അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ. കൊളനട മുതൽ കൊട്ടാരക്കര വരെ പോകുക എന്ന് പറയുമ്പോൾ കിലോമീറ്റർ എത്രയുണ്ടെന്ന് നോക്കുക. ഏകദേശം 22, 33, 38 കിലോമീറ്റർ ഒരു മനുഷ്യൻ യാത്ര ചെയ്തു കൊളനടയിൽ നിന്ന് കൊട്ടാരക്കരയ്ക്ക്. തിരിച്ച് വീണ്ടും അദ്ദേഹം അത്രയും ദൂരം യാത്ര ചെയ്തു. കൊളനടയ്ക്ക് പന്തളത്തിൻ്റെ ടിക്കറ്റ് കൊടുത്ത് പന്തളത്തു നിന്ന് അദ്ദേഹത്തെ കൊട്ടാരക്കര വരെ കൊണ്ടുപോവുക. ഇതിനിടയ്ക്ക് വെച്ച് ഒരു സെക്കൻഡ് ആ വണ്ടിയുടെ സ്പീഡ് പന്തളം ട്രാഫിക് നിർത്തിക്കൊടുത്താൽ, ഒരു സെക്കൻഡ് നിർത്തിക്കൊടുത്താൽ ഈ രാജ്യത്തെ ഗതാഗത നിയമത്തിന് എന്തെങ്കിലും കോട്ടം സംഭവിക്കുമോ? എന്തായാലും ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട കെ എസ് ആർ ടി സി ജീവനക്കാരോട് പറയാനുള്ളത്, ഈ പ്രസ്ഥാനം നിലനിന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നാളെയും കണ്ടക്ടറായും ഡ്രൈവറായും ചെക്കറായും ഒക്കെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം മിക്ക വണ്ടികളിലും കെ എസ് ആർ ടി സി ബസ്സുകളിലും മെഷീനാണ് ഉപയോഗിക്കുന്നത്. വലിയ പണികളൊന്നും അതിനകത്ത് കാണിക്കാൻ പറ്റില്ല, മോഷ്ടിക്കാനൊന്നും പറ്റില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലുപരി നല്ല കമ്പനികൾ വന്നിട്ടുണ്ട്. ടിക്കറ്റ് അടിക്കുന്ന സമയത്ത് തന്നെ എത്ര ടിക്കറ്റ് അടിച്ചുവെന്നും എത്ര കിലോമീറ്റർ വണ്ടി ഓടിയെന്നും ഇനി വണ്ടിയിൽ എത്ര യാത്രക്കാരുണ്ടെന്ന് വരെ അറിയാൻ പറ്റുന്ന അതിനൂതനമായ സാങ്കേതിക വിദ്യയുള്ള കമ്പനികളുടെ ടിക്കറ്റ് മെഷീനുകളും വന്നിട്ടുണ്ട്. സർക്കാരിന് ഒരു നഷ്ടവുമില്ല. കാരണം ആ മെഷീൻ്റെ റിപ്പയറിങ്ങും, മെഷീൻ റിപ്പയർ ചെയ്ത് കൊടുക്കുന്നതും മാറ്റി കൊടുക്കുന്നതും അതിന് സർവീസ് ചെയ്യുന്നതും എല്ലാ കമ്പനിയാണ്. പക്ഷേ അതൊന്നും നമ്മുടെ കെ എസ് ആർ ടി സി എടുക്കില്ല. കാരണം അതിലൊന്നും വലിയ ലാഭം കൊയ്യുവാൻ ആർക്കും സാധിക്കില്ല. ഇത് കാട്ടിലെ തടി തേവരുടെയാണ്. ആ അവസ്ഥയിലാണ് ഇന്ന് കെ എസ് ആർ ടി സി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും നല്ല സേവനം കൊടുക്കുവാൻ മറ്റുള്ളവർ, അതായത് ജനത്തിന് സേവനമാണ് ആവശ്യം. നല്ല സേവനം നൽകുവാൻ പറ്റുന്ന ആൾക്കാർ ഉണ്ടാകുന്നിടത്തോളം കാലം, നല്ല സേവനം മറ്റൊരാൾ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ജനം പോയാൽ കെ എസ് ആർ ടി സി മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇത് സത്യം പറഞ്ഞാൽ ഗുണ്ടായിസമാണ് കെ എസ് ആർ ടി സി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ട്രാഫിക് നിയമങ്ങളിലും ജനങ്ങളുടെ ജീവനും നേരെ എന്ന സത്യം വിസ്മരിക്കാതെ മുമ്പോട്ട് പോവുക.